ഗോവയിൽ നിന്നും ഏതാണ്ട് 100-110 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കാർവാർ എന്ന കർണാടകയുടെ ബോർഡർ കടന്ന് ഞങ്ങൾ രത്നാനഗർ എന്ന സിറ്റിയിലെത്തി. ഇവിടെ വന്നത് നല്ല മഴയാണ്. എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്ന് കരുതി അല്പം ബ്രേക്ക് എടുക്കുകയാണ്. നല്ല മഴയാണ്, നല്ല തോരാത്ത മഴ. ഇന്ന് രാവിലെ വെളുപ്പിന് ഗോവയിൽ നിന്നും തുടങ്ങിയ യാത്ര, അതോടൊപ്പം ഞങ്ങളുടെ കൂടെ കൂടിയ അതിശക്തമായ മഴയും ഇതുവരെ തോരാത്ത മഴയായി മാറി ഉടുപ്പി എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. മഴയ്ക്കും യാതൊരു കുറവുമില്ല, വെള്ളത്തിനും യാതൊരു കുറവുമില്ല. തുള്ളിക്കൊരു കുടം എന്ന മാതിരി ഞങ്ങളോടൊപ്പം കൂടിയിരിക്കുകയാണ്. എവിടെ വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. യാത്ര ഷോ മസ്റ്റ് ഗോ ഓൺ. താങ്ക് യു. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എല്ലാവരും ടി വിയിലും ന്യൂസിലും എല്ലാം വായിച്ചു കേട്ട നമ്മുടെ അർജുൻ്റെ ലോറി ഈ കാണുന്ന ലാൻഡ് സ്ലൈഡിൽ നിന്ന് ഒഴുകി ഈ കാണുന്ന നദിയിലേക്ക് പോയ കാഴ്ച നമ്മൾ ഇന്നും ഒരു നടുക്കത്തോടെയാണ് എല്ലാവരും ഓർക്കുന്നത്. ഇതാണ് ആ കാഴ്ച. ഓക്കെ, മോർണിംഗ്. അപ്പോൾ ഞങ്ങളുടെ 60ഉം 61ഉം കേരളത്തിലുള്ള യാത്രയാണ്, പ്ലസ് 62. അങ്ങനെ ഇപ്പോൾ നമ്മൾ പയ്യോളിയിലാണ് നിൽക്കുന്നത്. കേരളത്തിലെത്തി, ഇന്നലെ വൈകിട്ട് ഇവിടെ എത്തി. ഇവിടെ ഞങ്ങളൊരു ഹോട്ടലിൽ താമസിക്കുന്നു. സ്ഥലം പയ്യോളി. അപ്പോൾ ഇവിടെ താമസിക്കുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ആദ്യത്തെ സ്വീകരണ സ്ഥലമായ അതെ, തൊടുപുഴയെ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ അത് തൊടുപുഴയിലെ സ്വീകരണം എന്ന് പറയുന്നത് നാളെയാണ്. ബ്രാഹ്മിൺസിൻ്റെയും അതുപോലെ നമ്മുടെ വിഷ്ണു ഭവൻ്റെയും എല്ലായിടത്തുള്ള സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ കോതമംഗലത്തേക്കാണ് ഇന്നത്തെ വൈകിട്ടത്തെ യാത്ര. ഓൾറൈറ്റ്, അപ്പം സീ ഇൻ ദി ഈവനിങ്. യാത്രാമധ്യേ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും എല്ലാം ഞങ്ങളുടെ ഈ ചെറിയ ക്യാമറയിൽ പകർത്തി ഒപ്പം കൂടുതലായിരിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഹോട്ടൽ തമന്ന ഇൻ്റർനാഷണലാണ് ഇന്നലെ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നല്ല ഹോട്ടലാണ്, അടിപൊളി സെറ്റപ്പാണ്. ഓൾറൈറ്റ്, ഓക്കെ. ഇതാണ് പയ്യോളി. ഇങ്ങോട്ട് ഇരി. നമ്മുടെ ആഷിൻ ബ്രോ, എൻ്റെ പാർട്ട്ണറും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപോലെ സുഹൃത്തുമായ ഞങ്ങളുടെ മാഞ്ചസ്റ്ററിൽ നിന്ന് ഞങ്ങളെ കാണുവാനൊക്കെ ആയിട്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തി. അപ്പം ഞങ്ങൾക്കൊരു സ്വീകരണം തരാനായിട്ട് മാഷിൻ്റെ ഫ്രണ്ട്സും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഈ സ്ഥലം ഇവിടെ അങ്കമാലി അല്ലേ? അങ്കമാലിയിലല്ലേ? അങ്കമാലിയിൽ വെച്ച് ഞങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ബൊക്കൊക്കെ തന്നു. ഞങ്ങളുടെ ആദ്യത്തെ ഞങ്ങളുടെ സ്വീകരണമാണ്. കാണാൻ പറ്റില്ല.
നിങ്ങളുടെ വണ്ടി തന്നെ മുമ്പിൽ പോക്കോ. ഒരു വണ്ടി മുമ്പിൽ ഞങ്ങൾ നടുക്കുക, അവര് പുറകിലും പറ്റാം. മുമ്പിൽ പോകാം. അവരുടെ വണ്ടി എടുത്തോട്ടെ. താങ്ക്സ് പറഞ്ഞു പോരെ. സ്ഥലവും സെറ്റപ്പാക്കി തന്നാലേ. മഴ നമ്മുടെ സുഹൃത്തും നമ്മുടെ പാർട്ട്ണറുമായ ആഷിന്റെ വീട്ടിലെ നൈറ്റിൽ കൂടിയിരിക്കുകയാണ്. ആഷ, യാത്ര സുഖമായിരുന്നോ? യാത്ര അടിപൊളി, അടിപൊളിയായിരുന്നു. എന്റെ കൂട്ടുകാരെല്ലാരും ഒരു പ്രശ്നമില്ലാതെ ഇവിടെ എത്തി. എല്ലാവരും ഇവിടെ, എല്ലാ കൂട്ടുകാരും ഉണ്ട് അല്ലേ? യാത്രമാർ എത്തിച്ചു. എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാ ആഷിന്റെ സുഹൃത്തുക്കളാണ്. ഹലോ, എല്ലാവരും തെളിവുണ്ട് ഇവിടെ ആരൊക്കെ ഉണ്ടെന്നുള്ളത്.